സോ ഗൈസ് നമുക്ക് നെയ്ച്ചോറും കുറച്ച് ചിക്കൻ കറി ആയാലോ, പെട്ടെന്ന് ഉണ്ടാക്കാം. ഓക്കെ, ഞാനേ പിന്നെ എന്തോ മറന്നു ഇട്ടിട്ടുണ്ടേ, അപ്പൊ ഉണ്ടാക്കൂല്ലേ? ഞങ്ങളിവിടെ കഴുകിട്ട് വരാം. കഴുകി വെച്ചു. ഇനി ഇതെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ വരട്ടിയെടുക്കണം. സെറ്റപ്പിന് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളിയും ഇഞ്ചിയും, മല്ലിച്ചപ്പ്, ഇതൊക്കെ എങ്ങനെ സെറ്റാക്കണം? ഇങ്ങനെ ചെയ്യും. അപ്പൊ നമ്മള് തക്കാളി പേസ്റ്റ് ചെയ്തെടുത്തു, വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചെടുത്തു. ഇനി ചിക്കൻ വരട്ടിയ പരിപാടി തുടങ്ങല്ലേ? ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം സവാള, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ സാഹചര്യത്തിൽ വെള്ളം ഉണ്ടാക്കുന്നു. നമ്മള് സെറ്റാണ്. സവാള നന്നായിട്ട് ഇടുക, കളഞ്ഞിട്ട് അത് നന്നായിട്ട് ഇളക്കി നല്ല ബ്രൗൺ കളർ ആവണം. ഓക്കെ, നന്നായിട്ട് ബ്രൗൺ ആയതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചത് അങ്ങനെ ഇടുക. തക്കാളിയുടെ ചട്നി ഒഴിച്ചു കൊടുക്കുക. അവിടെ ഇരുന്നാവട്ടെ. ഒന്ന് വഴറ്റി വരുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ലേശം മഞ്ഞപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല നന്നായിട്ട് ഇളക്കുക. ലേശം ഉപ്പ്, ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ് ആയതിനു ശേഷം ഇവിടെ മാരിനേറ്റ് ചെയ്ത് വറുത്ത് വെച്ച് ചിക്കൻ കറുത്തുക. ചിക്കൻ നല്ല വഴറ്റി വരുമ്പോണ്ടല്ലോ മല്ലിച്ചപ്പ് ഇളക്കി വെച്ചിട്ട് അടച്ചു വെച്ച് ഇട വയ്ക്കാം. നമുക്കിനി നെയ്ച്ചോറ് ഉണ്ടാക്കണ്ടേ? പാന് ചൂടായതിനു ശേഷം 2 സ്പൂൺ നെയ്യ്, ഇച്ചിരി ഓയിൽ ഒഴിക്കുക, സവാള ഇട്ട് കൊടുക്കുക, അരി 5.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, ഉപ്പ്, ഒന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ ഒന്ന് സെറ്റായി എല്ലാം റെഡി ആയിട്ട് ഞാൻ വേഗം വരാം. ഓക്കെ, സോ ഗൈസ് ഫുഡ് റെഡിയായി, കഴിച്ചാലോ? ചോറ്, വരട്ടിയ ചിക്കൻ ഇച്ചിരി സൈഡിൽ വെച്ച് ശേഷം സാലഡ്, കാച്ചിയ 2 പപ്പടം എടുത്ത് വെക്കാം. സോ ഗൈസ് ഈ ചോറ് എടുക്കാം. ചിക്കൻ്റെ ഗ്രേവി വെച്ച് ഭക്ഷണം എടുക്കുക, ഇച്ചിരി സാലഡ് അതിലോട്ട് വെക്കുക, ഭക്ഷണം പപ്പടം പൊടിച്ച് ഞാൻ കഴിക്കട്ടെ. ഫ്രണ്ട്സിനും കൊടുക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കണം. വീണ്ടും കാണാമായിരിക്കും. ബൈ.